മോർണിംഗ് ഓർമ്മ ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 1 തൊട്ട് 9 വരെയുള്ള ടേബിളാണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പഠിച്ചത്? 1 മുതൽ 9 വരെയുള്ള ടേബിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഇനി നമ്മൾ അടുത്തതായിട്ട് 10ന്റെ ടേബിളാണ് പഠിക്കാൻ പോകുന്നത്. 10ന്റെ ടേബിൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 തൊട്ട് 9 വരെയുള്ള ടേബിൾ ഒന്നുകൂടെ പറഞ്ഞു പഠിക്കാം. എല്ലാവരും ടീച്ചറിനോട് പറയുമോ? എല്ലാവരും ടീച്ചറിന്റെ കൂടെ ടീച്ചർ പറയുന്നത് കേട്ട് പയ്യനെ എന്ത് ചെയ്യണം? പറഞ്ഞു പഠിക്കണം. നമ്മുടെ മാത്സിന്റെ ടേബിൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മാത്സിന്റെ ടേബിൾ നല്ലതുപോലെ പഠിക്കണം. അതായത് സമയമെടുത്ത് കുറേ സമയം എഴുതി പഠിക്കണം, പറഞ്ഞു പഠിക്കണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മാത്സിന്റെ ടേബിൾ നല്ലതുപോലെ പഠിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരും എന്ത് കണ്ടു വെച്ചേ? ടീച്ചർ ഫസ്റ്റിലെ 2ന്റെ ടേബിൾ പഠിക്കാൻ കഴിയാവുന്നതോടുകൂടി എല്ലാവരും ടീച്ചറിന്റെ കൂടെ പറയണം. ഓക്കെ, 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, and 10 2s are 20. ഓക്കെ, ഇതിന്റെ ടേബിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലേ. എന്നാലും ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തേ. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, and 10 2s are 20. ഓക്കെ, നമ്മൾ അടുത്തത് 3യുടെ ടേബിൾ ഒന്ന് പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് ടീച്ചറിനോട് പറഞ്ഞേ. 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15, 6 3s are 18, 7 3s are 21, 8 3s are 24, 9 3s are 27, and 10 3s are 30. ഒന്നുകൂടെ പറഞ്ഞേ. 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15, 6 3s are 18, 7 3s are 21, 8 3s are 24, 9 3s are 27, and 10 3s are 30. ഇനി നമ്മളുടെ ടേബിളാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ടീച്ചറിനോട് പറയണം കേട്ടോ. 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, 5 4s are 20, 6 4s are 24, 7 4s are 28, 8 4s are 32, 9 4s are 36, and 10 4s are 40. ഇങ്ങോട്ട് പറഞ്ഞേ. 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, and 5 4s are 20, 6 4s are 24, 7 4s are 28, 8 4s are 32, 9 4s are 36, and 10 4s are 40. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് 5ന്റെ ടേബിൾ കൂടെ പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. 1 5s are 5, 2 5s are 10, 3 5s are 15, 4 5s are 20, 5 5s are 25, 6 5s are 30, 7 5s are 35, 8 5s are 40, 9 5s are 45, and 10 5s are 50. Okay, 1 5s are 5, 2 5s are 10, 3 5s are 15,
4 5s are 20, 5 5s are 25s are 30, 7 5s are 35, 8 5s are 40, 9 5s are 45, and 10 5s are 50. ഇവിടെ പറഞ്ഞേ 1 5s are 5, 2 5s are 10, 3 5s are 15, 4 5s are 20, 5 5s are 25, 6 5s are 30, 7 5s are 35, 8 5s are 40, 9 5s are 45, and 10 5s are 50. Yeah, that's 6 in the table. Okay, 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54, and 10 6 are 60. ഒന്നുകൂടെ പറഞ്ഞേ 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 6 are 40, 7 6 are 42, 8 6 are 48, 9 6 are 54, and 10 6 are 60. ഒന്നുകൂടെ പറഞ്ഞേ 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, and 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54, and 10 6 are 60. Okay. ഇനി അടുത്തത് 7ന്റെ ടേബിൾ ആണ്. 1 7s are 7, 2 7s are 14, 3 7s are 21, 4 7s are 28, 5 7s are 35, 6 7s are 42, 7 7s are 49, 8 7s are 56, 9 7s are 63, and 10 7s are 70. ഒന്നുകൂടെ 1 7s are 7, 2 7s are 14, 3 7s are 21, 4 7s are 28, 5 7s are 35, 6 7s are 42, 7 7s are 49, 8 7s are 56, 9 7s are 63, and 10 7s are 70. Okay, ഒന്നുകൂടെ പറഞ്ഞേ 1 7s are 7, 2 7s are 14, 3 7s are 21, 4 7s are 28, 5 7s are 35, 6 7s are 42, 7 7s are 49, 8 7s are 56, 9 7s are 63, and 10 7s are 70. Okay, നമ്മൾ അടുത്തത് 8ന്റെയും 9ന്റെയും ടേബിൾ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 1 8s are 8, 2 8s are 16, 3 8s are 24, 4 8s are 32, 5 8s are 40, 6 8s are 48, 7 8s are 56, 8 8s are 64, 9 8s are 72, and 10 8s are 80. ഒന്നുകൂടെ പറഞ്ഞേ 1 8s are 8, 2 8s are 16, 3 8s are 24, 4 8s are 32, 5 8s are 40, 6 8s are 48, 7 8s are 56, 8 8s are 64, 9 8s are 72, and 10 8s are 80. ഒന്നുകൂടെ പറഞ്ഞേ 1 8s are 8, 2 8s are 16, 3 8s are 24, 4 8s are 32, 5 8s are 40, 6 8s are 48, 7 8s are 56, 7 8s are 56, 8 8s
8 8s are 64, 9 8s are 72 and 10 8s are 80. Okay, 8ന്റെ ടേബിളും 9ന്റെ ടേബിളും എല്ലാവരും ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞേ. 1 8s are 8, 2 8s are 16, 3 8s are 24, 4 8s are 32, 5 8s are 40, 6 8s are 48, 7 8s are 56, 8 8s are 64, 9 8s are 72, 10 8s are 80. ഇനി അടുത്തത് നമ്മുടെ 9ന്റെ ടേബിൾ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടീച്ചർ കൂടെ പറയണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞ് പഠിക്കണം, എഴുതി പഠിക്കണം. ഓക്കെ, 1 9s are 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 5 9s are 45, 6 9s are 54, 7 9s are 63, 8 9s are 72, 9 9s are 81 and 10 9s are 90. ഒന്നുകൂടെ പറഞ്ഞേ. 1 9s are 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 5 9s are 45, 6 9s are 54, 7 9s are 63, 8 9s are 72, 9 9s are 81 and 10 9s are 90. 1 9s are 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 5 9s are 45, 6 9s are 54, 7 9s are 63, 8 9s are 72, 9 9s are 81 and 10 9s are 90. Okay, ഒന്നുകൂടെ പറഞ്ഞേ. Okay, ഒന്നുകൂടെ പറഞ്ഞേ. 1 9s are 9, 2 9s are 18, 3 9s are 27, 4 9s are 36, 5 9s are 45, 6 9s are 54, 7 9s are 63, 8 9s are 72, 9 9s are 81 and 10 9s are 90. ഇനി അടുത്തത് നമ്മൾ 10ന്റെ ടേബിൾ പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. 10 1 time 1 into 10 is equal to 10. 10 plus 10. 10 at the time of 1 2 time. 2 into 10. 2 into 10 is equal to 2 into 10 is equal to 10. And we need 10 another. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Okay. 10 plus 10 plus 10. 1, 2, 3. 3 times 10 is equal to 10 plus 10. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 3 into 10 is equal to 30. 3 into 10 is equal to 30. 3 tens are 30. 3 tens are 30. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 4 into 10. 10 plus 10. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 plus 10. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 30 plus 10. 31, 32,
33, 34, 35, 36, 37, 38, 39, 40. 4 into 10 is equal to 40. 10 plus 10 plus 10 plus 10 plus 10. 1, 2, 3, 4, 5. 5 into 10 is equal to 10. 10 plus 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 plus 10, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 30 plus 10, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 40 plus 10, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 1 tens are 10, 2 tens are 20, 3 tens are 30, 4 tens are 40, 5 tens are 50. 1 tens are 10, 2 tens are 20, 3 tens are 30, 4 tens are 40, and 5 tens are 50. 1 tens are 10, 2 tens are 20, 3 tens are 30, 4 tens are 40, 5 tens are 50. 1 tens are 10, 2 tens are 20, 3 tens are 30, 4 tens are 40, 5 tens are 50. Okay. How many then? 1, 2, 3, 4, 5, 6. 6 into 10 is equal to 10 കൂടെ 10 ആഡ് ചെയ്യണം. 10 ഫിംഗേഴ്സ് എടുത്തിട്ട് 10 കഴിഞ്ഞ് കൗണ്ട് ചെയ്തേ. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 കൂടെ വീണ്ടും 10 ആഡ് ചെയ്തേ. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 30 കൂടെ വീണ്ടും 10 ആഡ് ചെയ്തേ. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 40 കൂടെ വീണ്ടും 10 ആഡ് ചെയ്തേ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 50 കൂടെ വീണ്ടും 10 ആഡ് ചെയ്തേ. 51, 52, 53, 54, 55, 56, 57, 58, 59, 60. 6 times are 60. 6 times are 60. One, two, three, four, 5, 6, 7. 7 into 10 is equal to 10 plus 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 30 കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 40 കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 50 കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 51, 52, 53, 54, 55, 56, 57, 58, 59, 60. 60 കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 61, 62, 63, 64, 65, 66, 67, 68, 69, 70.
കൗണ്ട് ചെയ്തേ 1 2 3 4 5 6 7 8 8 tens are 10 plus 10 11 12 13 14 15 16 17 18 19 20 20 plus 10 21 22 23 24 25 26 27 28 29 30 30 plus 10 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 50 plus 10 51 52 53 54 55 56 57 58 59 60 60 plus 10 61 62 63 64 65 66 67 68 69 70 70 plus 10 71 72 73 74 75 76 77 78 79 80 8 tens are 80 tens are 10 2 tens are 20 3 tens are 30 4 tens are 40 5 tens are 50 6 tens are 60 7 tens are 70 8 tens are 80 1 tens are 10 2 tens are 20 3 tens are 30 4 tens are 40 5 tens are 50 6 tens are 60 7 tens are 70 8 tens are 80 ഒന്നുകൂടെ പറഞ്ഞേ 1 tens are 10 2 tens are 20 3 tens are 30 4 tens are 40 5 tens are 50 6 tens are 60 7 tens are 70 8 tens are 80 okay ഒന്നുകൂടെ പറഞ്ഞേ 1 tens are 10 2 tens are 20 3 tens are 30 4 tens are 40 5 tens are 50 6 tens are 60 7 tens are 70 and 8 tens are 80. Next step. One, two, three, four, five, six, seven, eight, nine. 9 tens are 10 plus 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 40 plus 10, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 50 plus 10, 51, 52, 53, 54, 55, 56, 57, 58, 59, 60. 60 plus 10, 61, 62, 63, 64, 65, 66, 67, 68, 69, 70. 70 plus 10, 71, 72, 73, 74, 75, 76, 77, 78, 79, 80. 80 plus 10, 81, 82, 83, 84, 85, 86, 87, 88, 89, 90. 10 tens are 90. Count it. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 tens are
10 plus 10. 10 fingers എടുത്ത് count ചെയ്തേ. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഈ 20 കൂടെ 10 ആഡ് ചെയ്തേ. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. 30 കൂടെ 10 ആഡ് ചെയ്തേ. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 40 കൂടെ 10 ആഡ് ചെയ്തേ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 50 കൂടെ 10 ആഡ് ചെയ്തേ. 51, 52, 53, 54, 55, 56, 57, 58, 59, 60. 60 കൂടെ 10 ആഡ് ചെയ്തേ. 61, 62, 63, 64, 65, 66, 67, 68, 69, 70. 70 കൂടെ 10 ആഡ് ചെയ്തേ. 71, 72, 73, 74, 75, 76, 77, 78, 79, 80. 80 കൂടെ 10 ആഡ് ചെയ്തേ. 81, 82, 83, 84, 85, 86, 87, 88, 89, 90. 90 കൂടെ 10 ആഡ് ചെയ്തേ. 91, 92, 93, 94, 95, 96, 97, 98, 99, 100. 10 times are 100. 6 times are 60, 7 times are 70, 8 times are 80, 9 times are 90, 10 times are 100. 6 times are 60, 7 times are 70, 8 times are 80, 9 times are 90, 10 times are 100. ഒന്നുകൂടെ പറഞ്ഞേ. 6 times are 60, 7 times are 70, 8 times are 80, 9 times are 90, 10 times are 100. ഓക്കെ, ടീച്ചറിന്റെ കൂടെ എല്ലാവരും 10ന്റെ ടേബിൾ പറയണം കേട്ടോ. 1 times are 10, 2 times are 20, 3 times are 30, 4 times are 40, 5 times are 50, 6 times are 60, 7 times are 70, 8 times are 80, 9 times are 90, and 10 times are 100. ഒന്നുകൂടെ പറഞ്ഞേ. 1 times are 10, 2 times are 20, 3 times are 30, 4 times are 40, 5 times are 50, 6 times are 60, 7 times are 70, 8 times are 80, 9 times are 90, 10 times are 100. ഒന്നുകൂടെ പറഞ്ഞേ. 1 times are 10, 2 times are 20, 3 times are 30, 4 times are 40, 5 times are 50, 6 times are 60, 7 times are 70, 8 times are 80, 9 times are 90, and 10 times are 100. Okay, ഇപ്പോൾ 2 മുതൽ 100 വരെയുള്ള ടേബിൾസ് എല്ലാവരെയും പഠിച്ചില്ലേ? 2 മുതൽ 100 വരെയുള്ള ടേബിൾസ് പഠിപ്പിച്ചത് എല്ലാവരും എന്ത് ചെയ്യുക? നല്ലതുപോലെ എഴുതി പഠിക്കുക, പറഞ്ഞു പഠിക്കുക. ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച 10ന്റെ ടേബിൾ എല്ലാവരും ബുക്കിലോട്ട് 5 ടൈംസ് വീതം വെച്ച് എഴുതി പഠിക്കുക. എന്ത് ചെയ്യുക? ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച 10ന്റെ ടേബിൾ എല്ലാവരും നോട്ട്ബുക്കിലോട്ട് എന്ത് ചെയ്യുക? 5 ടൈംസ് വീതം വെച്ച് എഴുതി പഠിക്കുക. ടീച്ചർ ഇപ്പോൾ പഠിപ്പിച്ച 10ന്റെ ടേബിൾ എല്ലാവരും 5 ടൈംസ് വീതം വെച്ച് നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കുക. അതിനുശേഷം 10ന്റെ ടേബിൾ പറയുന്നതിന്റെ ഒരു വോയിസ് മെസ്സേജ് ടീച്ചർക്ക് ഇട്ട് തരിക. 10ന്റെ ടേബിൾ നിങ്ങൾ പറയുന്നതിന്റെ ഒരു വോയിസ് മെസ്സേജ് എന്ത് ചെയ്യുക? ടീച്ചർക്ക് ഇട്ട് തരിക. 10ന്റെ ടേബിൾ നിങ്ങൾ പറയുന്നതിന്റെ ഒരു വോയിസ് മെസ്സേജ് ടീച്ചർക്ക് ഇട്ട് തരിക. ടീച്ചർ ഇപ്പോൾ ടേബിൾ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ മതി. ടീച്ചർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ടീച്ചർ എടുക്കാനായിട്ട് പോകുന്നത് ഹിന്ദിയുടെ ക്ലാസ് ആണ്. ഹിന്ദി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ? രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏതായിരുന്നു? ദോ അക്ഷർ വാലെ ശബ്ദ അല്ലേ? അതായത് നമ്മൾ ആദ്യത്തെ ക്ലാസ് ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ എന്തായിരുന്നു? അതായത് ലെറ്റേഴ്സുകളായിരുന്നു നമ്മൾ പഠിച്ചത്. ലെറ്റേഴ്സും അതുമായിട്ട് ബേസ് ചെയ്ത വാക്കുകൾ പറയാനാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന 2 ലെറ്ററുകൾ ചേർന്നിട്ടുള്ള
വാക്കുകൾ എങ്ങനെയാണ് വായിക്കുക എന്നുള്ള രീതി എന്നതാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ ആദ്യം നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഓരോ ലെറ്ററുകൾ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ലെറ്റർ തമ്മിൽ ചേർത്ത് വായിക്കാനാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് അതിനെ ഒരു ടെക്സ്റ്റ് വർക്ക് പോലെ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഈ ഒരു ഭാഗം നമ്മൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. അതായത് ക പ്ലസ് ര അല്ലേ. ക പ്ലസ് നമ്മൾ അങ്ങനെ ചേർത്ത് വയ്ക്കും കർ അല്ലേ. അതുപോലെ മ പ്ലസ് ത അങ്ങനെ വായിക്കും മത് അല്ലേ. ഈ രീതിയിൽ നമ്മൾ ചേർത്ത് എഴുതാനായിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനായിട്ട് കേട്ടോ. അതിന് പ്രത്യേകിച്ച് മീനിങ് കാര്യങ്ങളല്ല, നമുക്ക് എന്താണ് ആ വാക്കുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പൊ തൽക്കാലം നമ്മൾ അതിപ്പോ റീഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടെക്സ്റ്റ് വർക്കിലേക്ക് പോവാം. അടുത്ത സീ ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. ഓക്കെ, പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യണം, താഴെ തന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവരും പേജ് നമ്പർ 23 എടുത്ത് 23. ഓക്കെ, അപ്പൊ അവിടെ എന്തിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്? ആദ്യത്തെ പിക്ചർ എന്താണ്? ഫൽ. എന്താണ്? ഫൽ ചക് അല്ലേ. ഫൽ ചക്. അപ്പൊ അവിടെ ഫില്ല് ചെയ്യാം. ചക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ ഫില്ല് ചെയ്യാം. ഫൽ എന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ ടീച്ചർ ബോർഡ് എഴുതിരും, നിങ്ങൾ എന്ത് ചെയ്യാം, അത് കണ്ട് ടെക്സ്റ്റിൽ വേഗം ഫില്ല് ചെയ്തേ. എന്താണ്? ഫൽ. റീഡ് ചെയ്തേ. ഫൽ. അറിയാലോ എന്താണെന്നുള്ളത്? ഫൽ ചക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ എഴുതേണ്ട കാര്യമില്ല, അവിടെ കൊടുത്തിട്ടുണ്ട്. ഫൽ ചക്. രണ്ടാമത്തെ എന്താണ്? നമ്മുടെ കയ്യിൽ എന്താണ്? കത്ത് അല്ലേ. കത്ത് പറഞ്ഞേ. കത്ത് പൾ അല്ലേ. കത്ത് പൾ എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റർ വായിക്കുക അല്ലേ. കത്ത്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്യാം. കത്ത് എന്നുള്ളത് ഫില്ല് ചെയ്യാം. എന്താണ്? കത്ത് ഫില്ല് ചെയ്തേ. രണ്ടാമത്തെ ഫില്ല് ചെയ്യും ഇവിടെ. കത്ത് കത്ത് പൾ. റീഡ് ചെയ്തേ. കത്ത് പൾ. അടുത്തേക്ക് ഒന്നാമത്തെ എന്താണ്? ഫൈറ്റ് ചെയ്യാണ് അല്ലേ. രണ്ടുപേരും എന്താണ്? ഫൈറ്റ് ചെയ്യാണ് അല്ലേ. അപ്പൊ എന്താ അവിടെ കൊടുക്കുക? ലഡ് മത്. എന്താണ്? മത് എന്നാണ് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതുക ലഡ് എന്ന് എഴുതുക കേട്ടോ. ലഡ് ലഡ് മത്. ലഡ് മത് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? യുദ്ധം ചെയ്യാതെ അടികൂടരുത് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ലഡ് എന്നുള്ളതോടെ ഫില്ല് ചെയ്യാം. അപ്പൊ ആദ്യത്തെ വാക്കിൽ എന്താ എഴുതുക? ഫല്ലിന്റെ താഴെ അല്ലേ, ആ ഫ്രൂട്ട്സിന്റെ പിക്ചർ ഇല്ലേ, അപ്പൊ അതിന്റെ താഴെ എന്താ എഴുതുക? ഫൽ എന്ന് എഴുതുക. എന്താ എഴുതുക? ഫൽ ചക് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കൊടുത്തിട്ട് ഇത് ബോർഡിൽ എഴുതിയിട്ടില്ല. ഫില്ല് ചെയ്യേണ്ട മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഫില്ല് ചെയ്യുക. ആദ്യത്തെ എന്താണ്? ഫൽ. രണ്ടാമത്തെ എന്താണ്? ഖത്ത്. മൂന്നാമത്തെ എന്താണ്? ലഡ്. എന്താണ്? ലഡ്. ഓക്കെ, ഈ മൂന്നാമത് ഫില്ല് ചെയ്തോ. ഒന്ന് റീഡ് ചെയ്തേ. പിക്ചർ നോക്കി റീഡ് ചെയ്തേ. ഫൽ ചക് ഖത്ത് പൾ ലഡ് മത്. പറഞ്ഞേ. ലഡ് മത്. നിങ്ങൾ റീഡ് ചെയ്തേ. ഫൽ ചക് ഖത്ത് പൾ അല്ലേ. ലഡ് മത്. ഫില്ല് ചെയ്തല്ലോ. അടുത്തൊക്കെ സഹി ശബ്ദ ചുൻകർ വാക്യ പൂരെ കീജിയെ. അതായത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് വേർഡ്. അതായത് ബ്രാക്കറ്റിൽ വേർഡ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ജൽ എന്ന് വെച്ചാൽ എന്താണ്? വെള്ളം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എന്താണ്? ജൽ മീൻസ് എന്താണ്? വെള്ളം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ജൽ ഡാഷ്. അവിടെ പറന്ന് കൊടുത്തിട്ടുണ്ട്, ഫർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ? നിറയെ വെള്ളം എന്നുള്ള മീനിങ് ആണ്. അപ്പൊ എങ്ങനെ വരും? ജൽ ഫർ അല്ലേ. അപ്പൊ അവിടെ എന്ത് ഫില്ല് ചെയ്യാ? ജൽ. ഒന്നാമത്തെ എന്ത് ഫില്ല് ചെയ്യാ? ഫർ എന്നവിടെ ജൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യാം? ഫർ എന്ന് എഴുതുക കേട്ടോ. ജൽ ജൽ ഫർ. ജൽ ഫർ. ഓക്കെ, എന്താണ്? ജൽ ഫർ. അടുത്ത് നോക്കിയേ, തൊട്ട് താഴെ നോക്കിയേ, തൊട്ട് താഴത്തേക്ക് ടബ്. അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ടബ്. ടബ് നേരത്തെ എന്ത് കൊടുക്കാം? ടബ് രക്. എന്താണ്? ടബ് രക്. ടബ് സൂക്ഷിക്കാനുള്ള കേട്ടോ. ടബ് രക്. പിന്നീട് എന്താണ്? രക്. ടബ് രക്. അപ്പോൾ അവിടെ നേരത്തെ അണ്ടർലൈൻ ചെയ്യുന്നത് അവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ജൽ ഫർ. രണ്ടാമത്തെ എന്താണ്? ടബ്
രക്. രക് മീൻസ് സൂക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തേക്ക് ലഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ലഡ് മത്? എന്താണ് ലഡ് മത്. ലഡ് മത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് ലഡ് മത്? യുദ്ധം ചെയ്യരുത് അല്ലേ? ലഡ് മത്. ലഡ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ ഫിൽ ചെയ്യേണ്ടത്? മത് എന്നുള്ളത് ഫിൽ ചെയ്യുക. എന്താണ് ലഡ് മത്? എന്താണ് ലഡ് മത്? ഫിൽ ചെയ്യേണ്ടത് താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലഡ് മത് വായിച്ചേക്കുന്ന കറക്റ്റ് ആണോ നോക്കണം കേട്ടോ. ജൽ ഫർ ഠ രക് ലഡ് മത്. ഓക്കെ, ഫിൽ ചെയ്തല്ലോ. അടുത്ത നോക്കിയേ ഫൽ. ഫൽ എന്താണ്? ഫലിന്റെ നേർക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൽ ചക്. ഫൽ ചക്. അപ്പൊ എന്ത് ചക് എന്നുള്ളത് ഫിൽ ചെയ്യാം. ഫൽ ചക്. ഫലിന്റെ നേർക്ക് ഫിൽ ചെയ്യാം. ഫൽ ചക്. അടുത്ത നോക്കിയേ നെക്സ്റ്റ് ലൈൻ നോക്കിയേ ഡാഷ് മത്. എന്താണ് ഡാഷ് മത്? അവിടെ ഫിൽ ചെയ്യാം. ഡാഷ് മത്. ഫർ എന്ന് കൊടുത്തിട്ടുണ്ട്, തർ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഭയപ്പെടേണ്ട. അപ്പൊ എങ്ങനെ വരും? തർമത്. തർ മീൻസ് ഫയർ അല്ലേ? അപ്പൊ എന്ത് കൊടുക്കാം? തർമത്. തന്നെ തർമത്. ടർമത്. തന്നെ ടർമത്. അവിടെ ഫിൽ ചെയ്യാം. ടർ എന്നുള്ളത് ഫിൽ ചെയ്യാം കേട്ടോ. ടർമത്. ടർമത്. അടുത്തേക്ക് ഡാഷ് കർ. എന്താണ് ഡാഷ് കർ? ജബ് കർ. എന്താണ് ജബ്. ജബ് എന്ന് വെച്ചാൽ എന്താണ്? എപ്പോഴും ചെയ്യുക എന്നുള്ള അർത്ഥം. ജബ് കർ. ജബ് മീൻസ് എപ്പോഴും. അവിടെ എന്താ ജബ് കർ. എന്താണ് ജബ് കർ. അവിടെ ഫിൽ ചെയ്യേണ്ട വേണ്ടതാണ് ജബ് എന്നുള്ളത് ഫിൽ ചെയ്യുക. കർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജബ് എന്നുള്ളത് ഫിൽ ചെയ്യുക. ജബ് കർ എപ്പോഴും ചെയ്യുക. അടുത്ത നോക്കിയേ ഡാഷ് മത്. ഡാഷ് മത്. എന്താണ് ഥക് മത്. എന്താണ് ഥക് മത്. ഥക് മീൻസ് എന്താണ് വോട്ട് ചെയ്യരുത് കേട്ടോ. മത്ത് എന്ന് വെച്ചാൽ ചെയ്യരുത് എന്നുള്ള അർത്ഥമാണ്. തക് എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? എന്താണ് വോട്ട് അല്ലേ? വോട്ട് ചെയ്യരുത്. എന്താണ് ഥക് മത്. അപ്പൊ അവിടെ ഫിൽ ചെയ്യുക. ഥക് എന്നുള്ളത് ബ്രാക്കറ്റിൽ നോക്കി എന്ത് ചെയ്യുക? ഥക് എന്നുള്ളത് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ഓക്കെ ഡാഷ് പഡ്. എന്താണ് ഡാഷ് പഡ്? പഡ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡാഷ് പഡ്. അവിടെ എന്താണ് എഴുതുക? അബ് എന്ന് കൊടുത്തിട്ടുണ്ട്, തബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അബ് അവിടെ എന്താണ് ഫിൽ ചെയ്യേണ്ടത്? അബ് പഡ് എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ പഠിക്കുക എന്നുള്ളത് കേട്ടോ. അബ് അവിടെ കൊടുക്കുക. അബ് ഫിൽ ചെയ്യുക കേട്ടോ. അബ് പഡ്. അപ്പൊ അവിടെ എന്ത് ഫിൽ ചെയ്യുക? പഡ് എന്ന് ഫിൽ ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മള് ഇത്രയാണ് നമുക്ക് ഫിൽ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഫിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യാം? ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാം? വീഡിയോ കാണുന്ന ടൈമിൽ ആൻസർ ഒന്ന് ടിക്ക് ചെയ്ത് പോവാ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം? വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യാം? അത് നല്ല എന്ത് ചെയ്യാം? സാവധാനത്തിൽ ഫിൽ ചെയ്യേണ്ട പ്ലേസിൽ ഫിൽ ചെയ്താൽ മതി. ഇപ്പൊ എന്ത് ചെയ്യാം? വീഡിയോ കാണുമ്പോഴേ റൈറ്റിൽ ആൻസർ കൊടുത്തിട്ടില്ലേ? അതിൽ നിന്ന് വീഡിയോ കാണുമ്പോഴേ ടീച്ചർ എഴുതിയേക്കുന്ന റൈറ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക? വീഡിയോ കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ഫിൽ ചെയ്യേണ്ട പ്ലേസിൽ നീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ളത് എടുത്ത് ഫിൽ ചെയ്യുക കേട്ടോ. ഇപ്പൊ വെപ്രാളം പിടിച്ച് ഫിൽ ചെയ്യാൻ നിൽക്കേണ്ട. അക്ഷരം കറക്റ്റ് ആവില്ല. അപ്പൊ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടില്ലേ? അപ്പൊ അവിടെ ഫിൽ ചെയ്ത് മാത്രം വെക്കുക കേട്ടോ. അപ്പൊ ഒന്നാമത്തെ എന്താണ്? അവിടെ ജെല്ലെന്ന് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ എന്താ എഴുതുക? ജൽ ഫാർ. എന്താണ് ജൽ ഫാർ. അടുത്ത എന്താണ് ടബ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതുക രക് എന്ന് എഴുതുക. അപ്പൊ രക് എന്നുള്ളത് ടിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തേക്ക് ലഡ്. എന്താണ് ലഡ് മത്. എന്താണ് ഫ്രണ്ട് ഫിൽ ചെയ്യുക. മത് എന്നുള്ളത് ഫിൽ ചെയ്യുക. ലഡ് മത്. ഓക്കെ, ഫൈറ്റ് ചെയ്യരുത് അല്ലേ? അടുത്തേക്ക് ഫൽ ചബ്. എന്താണ് ഫൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ചബ് എന്നുള്ളത് അവിടെ ഫിൽ ചെയ്യുക. അടുത്തേക്ക് ടർമത്. എന്താണ്
കാരണം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ എഴുതാൻ തൊട്ട് മുന്നായിട്ട് ജ കർ എന്താണ് ജ കർ. അടുത്തേക്ക് ഥ മ എന്താണ് ഥ മ. അപ്പൊ തുന്നത് അവിടെ ഫിൽ ചെയ്യാം. നെക്സ്റ്റ് എന്താണ് ലാസ്റ്റ് എന്താണ് ഡാഷ് പൾ എന്താണ് ഡാഷ് പൾ. അവിടെ എഴുതുക അപ് പൾ എന്താണ് അപ് പൾ അല്ലേ. അപ് പൾ എന്ന് വെച്ചാൽ എന്താണ് മീനിങ് എന്താണ് ഇപ്പോൾ. അബ് മീൻസ് എന്താണ് ഇപ്പോൾ അല്ലേ. ഇപ്പോൾ പട് പട് എന്ന് വെച്ചാൽ എന്താണ് പഠിക്കുക വായിക്കുക മീനിങ് വരും കേട്ടോ. അബ് എന്ന് വെച്ചാൽ എന്താണ് ഇപ്പോൾ വായിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുക എന്നുള്ള മീനിങ് വരും കേട്ടോ. അടുത്ത നെക്സ്റ്റ് പേജ് എടുത്തേ കേട്ടോ. ഓക്കെ, നമ്മള് ഇതൊക്കെ പഠിച്ചിട്ടുള്ളൊരു പിക്ചേഴ്സ് ആണ് അല്ലേ. അതെന്ത് ചെയ്യണം ഐഡന്റിഫൈ ദ പിക്ചേഴ്സ് റൈറ്റ് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഇൻ ദ ഗിവൺ ബോക്സ്. ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ടുള്ള പിക്ചറുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന പേരുകൾ അല്ലേ അതിന്റെ പേരിന് സ്യൂട്ട് ആയിട്ടുള്ള അല്ലെ കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം നമ്മൾ മാച്ച് ചെയ്ത് വരയ്ക്കാനായിട്ടാണ് കേട്ടോ. चित्र पहनकर दिए गए शब्दों में से सही शब्द तड़कर लिखिए. മറ്റു പേജ് എടുത്തേ കേട്ടോ. നെക്സ്റ്റ് പേജ് എടുത്തോ എല്ലാവരും. അതായത് ഐഡന്റിഫൈ ദ പിക്ചർ റൈറ്റ് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഇൻ ദ ഗിവൺ ബോക്സ്. എന്താണ് ഐഡന്റിഫൈ ദ പിക്ചേഴ്സ് റൈറ്റ് ദ സ്യൂട്ടബിൾ വേർഡ്സ് ഇൻ എ ഗിവൺ ബോക്സ്. അതായത് നമ്മൾ പിക്ചർ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വേർഡുകൾ ആ പിക്ചറിന്റെ താഴെ എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ടുള്ള വേർഡുകൾ അവിടെ ഫിൽ ചെയ്യുന്ന സ്പേസ് കിടക്കുന്നുണ്ടോ അവിടെ എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ടുള്ള പേരുകൾ ഇവിടെ ബ്രാക്കറ്റിൽ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നമ്മൾ എന്ത് ചെയ്യണം ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള പേരുകൾ എന്ത് ചെയ്യാം അവിടെ എഴുതുക കേട്ടോ. അപ്പൊ ടീച്ചർ ഒന്നാമത്തെ പിക്ചർ എന്താണ് അവിടെ ഹൽ. ഒന്നാമത്തെ പിക്ചർ എന്താണ് ഹൽ. അപ്പൊ അവിടെ ആ പിക്ചറിന്റെ താഴെ എന്ത് എഴുതുക ഹൽ എന്ന് എഴുതുക. എന്താണ് ഹൽ. ഇതിന്റെ നേർക്ക് എന്താ എഴുതുക തൊട്ട് താഴെയായിട്ട് എഴുതുക ഹൽ. ഒന്നാമത്തെ എന്താണ് ഹൽ. അടുത്ത നോക്കിയേ രണ്ടാമത്തെ എന്താണ് ഫൽ. എന്താണ് ഫൽ. അപ്പൊ അതിന്റെ പിക്ചറിന്റെ താഴെ എന്ത് എഴുതുക ഫൽ എന്ന് എഴുതുക. എഴുതുക ഫൽ. രണ്ടാമത്തെ എന്താണ് ഫൽ. മൂന്നാമത്തെ നോക്കിയേ രത്. എന്താണ് മൂന്നാമത്തെ എന്താണ് രത്. മൂന്നാമത്തെ നേർക്ക് താഴെ എന്ത് എഴുതുക രത് എന്ന് എഴുതുക കേട്ടോ. മൂന്നാമത്തെ എന്താണ് രത്. ഓക്കെ, നാലാമത്തെ പിക്ചർ എന്താണ് കപ്പ്. എന്താണ് കപ്പ്. അതിന്റെ താഴെയുള്ള സ്പേസ് ഉണ്ടല്ലോ അവിടെ എന്ത് എഴുതുക കപ്പ് കണ്ടോ. കപ്പ് നടക്കുന്നുണ്ടോ ടീച്ചർ അവിടെ എഴുതണം. നാലാമത്തെ എന്താണ് കപ്പ്. കപ്പ്. അടുത്ത അഞ്ചാമത്തെ പിക്ചർ നോക്കിയേ എന്താണ് ബസ്. എന്താണ് ബസ്. ഓക്കെ, അപ്പൊ പേര് കിടക്കുന്നുണ്ടോ ബസ്. അപ്പൊ അവിടെ പിന്നെ എന്ത് ചെയ്യാ അഞ്ചാമത്തെ എന്താണ് ബസ്. ബസ്. അടുത്തെന്താണ് ലാസ്റ്റ് പിക്ചർ എന്താണ് വീട് അല്ലേ. അപ്പൊ അതിനെന്താ ഹിന്ദി പറയാ ഘർ. എന്താണ് ഘർ. ആറാമത്തെ എന്താണ് ഘർ. ഘർ കണ്ടോ. അപ്പൊ അത് ഫില്ല് ചെയ്തോ എല്ലാവരും. ഒന്നാമത്തെ എന്താണ് ഹൽ. പിക്ചറുണ്ടോ എല്ലാവരും. റീഡ് ചെയ്തേ ഹൽ. റീഡ് ചെയ്തേ ഹൽ. രണ്ടാമത്തെ എന്താണ് ഫൽ. പറഞ്ഞേ ഫൽ. അവിടെ എഴുതുക ഫൽ എന്ന് എഴുതുക. ഹൽ ഫൽ രത്. മൂന്നാമത്തെ എന്താണ് രത്. രത്. നാലാമത്തെ എന്താണ് കപ്പ്. എന്താണ് കപ്പ്. നാലാമത്തെ എന്താണ് കപ്പ്. അഞ്ചാമത്തെ എന്താണ് ബസ്. എന്താണ് ബസ്. റീഡ് ചെയ്തേ ബസ്. ഘർ. പറഞ്ഞേ ഘർ. ഒന്നുകൂടെ റീഡ് ചെയ്തേ ഹൽ ഫൽ രത് കപ്പ് ബസ് ഘർ. ഓക്കെ, ഫില്ല് ചെയ്ത എല്ലാവരും.
നോക്കിയേ, അതായത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പിക്ചർ അല്ലേ. പിക്ചർ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ നേരത്തെ കണ്ടതുമായിട്ടുള്ള പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ പിക്ചർ എന്താണ്, ബസ് അല്ലേ. രണ്ടാമത്തെ എന്താണ്, ഫൽ. മൂന്നാമത്തെ എന്താണ്, ലെറ്റർ. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ സെന്റൻസ് നോക്കിയേ, ഡാഷ് ഫർ ഷഡ്. ഇതാണ് ഡാഷ് ഫർ ഷഡ്. അപ്പോൾ അവിടെ എന്താ എഴുതാം, ആ ബസ് ഫർ ഷഡ്. എന്താണ്, ആ ബസ് ഫർ ഷഡ് അല്ലേ, ബസ്സിൽ കയറുക അല്ലേ. അപ്പോൾ എന്ത് എഴുതുക, ബസ്. ഒന്നാമത്തെ അവിടെ എന്ത് എഴുതുക, ബസ് എന്നുള്ളത് എഴുതുക. എന്താണ്, ആ ബസ് ഫർ ഫൾ. അടുത്ത ലവ് ഡാഷ് ഷഡ്. അവിടെ എന്താണ് വരിക, ആ അവിടെ എന്താ പിക്ചർ എന്താണ്, ആ ഫൽ അല്ലേ. ലവ് ഫൽ ഷഡ്. എന്താണ്, ആ രണ്ടാമത്തെ എന്താണ്, ഫൽ. അവിടെ എന്താ എഴുതുക, ഫൽ എന്ന് എഴുതുക കേട്ടോ. അവിടെ എഴുതുക, ഫൽ എന്ന് എഴുതുക. ഫൽ ലവ് ഫൽ ഷഡ്. അവിടെ എന്ത് ഫില്ല് ചെയ്യുക, ഫൽ എന്നത് ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ ആ നൗ ഡാഷ് ഫൾ. അവിടെ എന്താണ് കഴിക്കുന്നതാണ്, ആ ഖത്ത് അല്ലേ. ആ നൗ ഖത്ത് ഫൾ അല്ലേ. ലെറ്റർ വായിക്കുക അല്ലേ. എന്ത് ചെയ്യുക, അവിടെ ഖത്ത് എന്ന് എഴുതുക. എന്താണ് മൂന്നാമത്തെ എന്താണ്, ആ ഖത്ത് ഫൾ. ഖത്ത് ഫൾ അല്ലേ. നൗ ഖത്ത് ഫൾ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണം ഫില്ല് ചെയ്തല്ലോ. ആദ്യത്തെ എന്താണ്, ബസ് എന്ന് ഫില്ല് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്, ആ ഫൽ എന്ന് ഫില്ല് ചെയ്യുക. മൂന്നാമത്തെ എന്താണ്, കത്ത്. എന്താണ്, കത്ത് എന്ന് ഫില്ല് ചെയ്യുക. അടുത്തേക്ക് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ കറക്റ്റ് നെയിം അല്ലേ. നെയിമിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാണ്, ആ മാച്ച് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തതിന്റെ കറക്റ്റ് ഉള്ള പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാലോ, ആ ഇവിടെ വ്യത്യാസം പറയുന്നത് നൽ. നൽ എന്താണ്, ആ ടാപ്പ് അല്ലേ, ടാപ്പ്. അപ്പൊ എന്ത് ചെയ്യാം, നൽ ടാപ്പ്. എന്താണ്, ബസ് അറിയാം, ബസ് എന്നറിയാം. ഇതെന്താണ്, വക്ക് അല്ലേ. എന്താണ്, വക്ക്. നൽ വക്ക് ബസ് ഹൽ രത് ഫൽ. പേര് അറിയാലോ. ഒന്നാമത്തെ എന്താണ്, നൽ. രണ്ടാമത്തെ എന്താണ്, വക്ക്. മൂന്നാമത്തെ എന്താണ്, ബസ്. നാലാമത്തെ പ്ലഫ്, സോറി ഹൽ അല്ലേ. നെക്സ്റ്റ് എന്താണ്, രത്. ലാസ്റ്റ് എന്താണ്, ഫൽ. ഓക്കെ, അപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് ഇവിടെ നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പിക്ചേഴ്സും വേർഡുകളും ആണ്. ഇപ്പൊ എന്ത് ചെയ്യാം, നമ്മളിവിടെ നേരത്തെ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇതെന്ത് ചെയ്യാം, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇതെന്ത് ചെയ്യാം, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് ടീച്ചറിനെ ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് എല്ലാവരും ചെയ്തത് എന്ത് ചെയ്യണം, ഫോട്ടോ എടുത്ത് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്തില്ലേ, ഇത്രയും വരെ നമ്മൾ ക്ലാസ്സിൽ ഫില്ല് ചെയ്തു. ഇവിടെ വരെ എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു തരിക. എല്ലാവരും ടെക്സ്റ്റിൽ മാത്രം എഴുതിയാൽ മതി, നോട്ട്ബുക്കിലൊന്നും എഴുതണ്ട കേട്ടോ. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് തേർഡ് ചാപ്റ്ററിലേക്ക് പോകും. അപ്പം അതിന് മുമ്പായിട്ട് ഇത് ടെക്സ്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.